പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ വേദനാജനകമായ വാർത്തകളാണ് ദിനം പ്രതി ഇന്ന് നമ്മൾ കേൾക്കുക. ആത്മഹത്യാ പ്രവണത ഇന്ന് യൗവനങ്ങളിൽ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന വാർത്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഇന്ന് ലോകം മുഴുവൻ കാണുന്ന ഒരു വേദനാജനകമായ യാഥാർത്ഥ്യമെന്ന് പറയുക, യൗവനങ്ങൾ ആത്മഹത്യയിലേക്ക് കടന്നു പോവുകയും അവരുടെ ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്യുകയാണ്. 2023 സെപ്റ്റംബറിൽ ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഒരു കണക്ക് പ്രകാരം കഴിഞ്ഞ 5 വർഷത്തിന്റെ ഇടയിൽ 2018-2023 കാലഘട്ടം എടുത്താൽ നമ്മുടെ യൗവനങ്ങളുടെ നടുവിൽ, അതായത് 18 തൊട്ട് 30 വയസ്സുവരെയുള്ള പ്രായമുള്ള യൗവനങ്ങളുടെ നടുവിൽ 8715 യൗവനങ്ങൾ ആത്മഹത്യയിലേക്ക് കടന്നുപോയി എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുള്ളത്. അതിൽ 6244 പുരുഷന്മാരും 2471 സ്ത്രീകളുമാണ് ഉൾപ്പെടുന്നതെന്ന് പറയുകയാണ്. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുക, ആത്മഹത്യാ പ്രവണത ദിനം പ്രതി വർദ്ധിച്ച് വരികയാണ്. മറ്റൊന്ന്, NDTV 2024 പുറത്തുവിട്ട കണക്ക് പ്രകാരം വിദ്യാർത്ഥികളിൽ ആത്മഹത്യാ നിരക്ക് 50% വർദ്ധിച്ചുവെന്നാണ് NDTV പറയുക. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മാതൃഭൂമി 2021-2023 കാലഘട്ടത്തിൽ കേരളത്തിൽ മൊത്തത്തിൽ ഒരു 39,962 ആത്മഹത്യകൾ റിപ്പോർട്ട് ചെയ്തതായി പുറത്തുവിടുകയാണ്. അതിൽ 2021 വിദ്യാർത്ഥികളുടെ മാത്രം എണ്ണം 6227 ആയിരുന്നത് 2023 എത്തിയപ്പോൾ 10,994 വർദ്ധിച്ചുവെന്നാണ് പറയുക. ക്രമാതീതമായി ആത്മഹത്യാ നിരക്ക് വർദ്ധിക്കുകയാണ്. അതിൽ കോഴിക്കോട് ജില്ലയിൽ മാത്രം 2022-23 കാലഘട്ടത്തിൽ 53 വിദ്യാർത്ഥികളാണ് സൂയിസൈഡ് ചെയ്തത്. മറ്റൊരു പഠനം വ്യക്തമാക്കുന്നത് കൗമാരക്കാരുടെ നടുവില് ആത്മഹത്യയെക്കുറിച്ചുള്ള ഭാവനകൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് പഠന റിപ്പോർട്ടുകൾ പുറത്തുവരിക. അതിൽ അവർക്ക് മാനസികമായ സമ്മർദ്ദങ്ങളും കുടുംബ പ്രശ്നങ്ങളുമൊക്കെ ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇത് വളരെ ഗൗരവതരമായി നമ്മൾ ഇത് കാണുകയും ഇതിനകത്തൊരു ആത്മീയമായ പ്രശ്നമുണ്ട് എന്ന് നമ്മുടെ യൗവനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യേണ്ട ആവശ്യകത ഇന്ന് വളരെ ആവശ്യമായി വന്നിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, മാനസികമായ സമ്മർദ്ദം അല്ലെങ്കിൽ പഠനത്തിലുള്ള ഒരു ഭാരം, തൊഴിൽ ഇടങ്ങളിലെ പ്രതിസന്ധികൾ, കുടുംബത്തിൽ ഉണ്ടാകുന്ന ചില സംഘർഷാവസ്ഥകൾ, മാതാപിതാക്കളുമായിട്ടുള്ള ചില ഇടർച്ചകളാകാം, അല്ലെ? ഇതൊക്കെ ഇതിനൊരു സാധ്യതയുണ്ട്. എങ്കിലും ഇതിന് നമ്മൾ ബോധവൽക്കരണങ്ങളും കൗൺസിലിങ്ങുകളും അല്ലെങ്കിൽ മാനസികമായ പിന്തുണയും ഒക്കെ നമ്മുടെ കുട്ടികൾക്കും യൗവനങ്ങൾക്കും ഒക്കെ കൊടുത്താലും ശാശ്വതമായ ഒരു പരിഹാരം എന്തുകൊണ്ടാണ് ഇതിന് നമുക്ക് കണ്ടെത്തുവാൻ പറ്റാതെ പോകുന്നത്? നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കാതിരിക്കുന്നതിന്റെ കാരണം എന്താണ്? അവരുടെ ഉള്ളിൽ കടന്നു വരുന്ന ദുഃഖമാകാം, വിഷാദമാകാം, ആശങ്കകളാകാം. ഇതൊന്നും മറ്റുള്ളവരുമായി പങ്കുവെക്കാതെ മറച്ചു പിടിച്ച് അവർക്ക് അവരിൽ തന്നെ ഒരു അപകർഷതാബോധവും അവർക്ക് തന്നെ അവരോടൊരു വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഒരു ആത്മീയമായ പക്വത, ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാതെ കടന്നു പോവുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുക. യൗവനക്കാർക്ക് പലർക്കും ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല എന്നൊരു തോന്നല് കടന്നു വരികയാണ്. എനിക്കിനി പ്രതീക്ഷയൊന്നുമില്ല, അല്ലെങ്കിൽ ആരും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല, അതുമല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ
ദൈവം പോലും ഇടപെടുന്നില്ല എന്നൊരു ചിന്താഗതി ഇവരുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട യൗവനങ്ങളെ, പ്രിയപ്പെട്ട കൗമാരക്കാരെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ദൈവം ഇപ്പോഴും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ കാണുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിന്റെ സകല അവസ്ഥകളും ദൈവം അറിയുന്നുണ്ട്. ദൈവം നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയാതെ പോകുന്നിടത്താണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ സാത്താന് സൃഷ്ടിക്കുവാൻ സാധിക്കുക. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ സെന്റ് പോൾ 1 കൊരിന്ത്യൻസ് 2-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കാതുകൊണ്ട് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ മനസ്സും അത് ഗ്രഹിച്ചിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമാക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വ്യക്തിപരമായ ഒരു ജീവിതം എടുത്താൽ, ഒരു കാലഘട്ടത്തിന്റെ സമയത്ത്, അതായത് ഒരു 2007 കാലഘട്ടത്തിന്റെ നടുവില് ജീവിതത്തോട് ഒരു വിരക്തി, സാമ്പത്തികമായ കടബാധ്യതകളും അതുപോലെ മുന്നോട്ട് പോകുവാൻ ഒരു സാധ്യതയില്ല എന്നൊരു ചിന്തയും കടന്നു വന്നപ്പോൾ എങ്ങനെയെങ്കിലും ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന്, അല്ലെങ്കിൽ മരിക്കണം എന്നുള്ള ഒരു ചിന്തയോടുകൂടി കടന്നുപോയൊരു വ്യക്തിയാണ്. എന്നാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധ്യമായ ഒരു നിമിഷം മുതൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്റെ ജീവിതം മാറിമറിഞ്ഞു. 1997 എന്നെ നോക്കി ഒരാൾ വിളിച്ചു പറഞ്ഞു, നീ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കും. പക്ഷെ എനിക്കതിന് ചെവി കൊടുക്കുവാൻ സാധിച്ചില്ല. 2007 മറ്റൊരു വ്യക്തി എന്നോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനം നീ പ്രഘോഷിക്കും, നിന്റെ വിളി എന്ന് പറയുന്നത് ഇന്നതാണ് എന്ന് 2007 എന്നോട് പറയുമ്പോൾ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ദൈവത്തിന് നമ്മളെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. ആ പദ്ധതി തിരിച്ചറിയുന്നിടത്ത് തൊട്ടാണ് നമ്മുടെ ജീവിതം മാറുക. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത്, ബൈബിൾ പറഞ്ഞു തരുന്നത് ഇങ്ങനെയാണ്: കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും കൊല്ലുവാനും നശിപ്പിക്കുവാനുമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, കള്ളൻ അല്ലെങ്കിൽ സാത്താൻ നമ്മുടെ ജീവിതത്തിൽ ഒരു ചിന്ത തരുന്നത് നമ്മളെ നശിപ്പിക്കുവാനാണ്, നമ്മളെ കൊല്ലുവാനാണ്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സന്തോഷവും സമാധാനവും സ്വസ്ഥതയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് സാത്താന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കുവാനാണ്. അത് കൊല്ലുവാനാണ്. എന്ന് വെച്ചാൽ ഒരു ആത്മഹത്യയിലേക്കോ നാശത്തിലേക്കോ നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോകുവാനാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 10:10 അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്താണ്? യേശുക്രിസ്തു വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും ജീവന്റെ സമൃദ്ധി ഉണ്ടാകുവാനും. അപ്പൊ നിങ്ങൾ തിരിച്ചറിയണം, ശത്രുവായ സാത്താൻ വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കുവാനും വഞ്ചിക്കുവാനുമാണെന്ന് മനസ്സിലാക്കുക. എന്നാൽ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ജീവൻ പകരുന്ന, അത് സമൃദ്ധമായി നമ്മുടെ ജീവിതത്തിൽ ലഭ്യമാകുന്ന സ്നേഹമായി, അല്ലെങ്കിൽ ജീവന്റെ സമൃദ്ധി നമ്മുടെ ഇടയിലേക്ക് കൊണ്ടുവരികയാണ്. യേശുക്രിസ്തുവിലുള്ള ജീവൻ അവസാനിക്കുകയല്ല പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. ആ ജീവൻ അവസാനിക്കത്തില്ല. ക്രിസ്തുവിൽ അത് ആരംഭിച്ച് നിത്യതയോളം നമ്മളെ കടത്തിക്കൊണ്ടു പോകുന്ന വലിയ അനുഗ്രഹമാണ്. അപ്പൊ നമ്മളിവിടെ ചിന്തിക്കേണ്ട 1-2 കാര്യങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ കടന്നു വരിക? ഇന്ന് യൗവനങ്ങൾ തൊട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് ട്രെയിനിന്റെ മുമ്പിലും കുഞ്ഞുങ്ങളെയും കൊണ്ട് നദിയിലുമൊക്കെ ചാടി ആത്മഹത്യ ചെയ്യുന്നവര് വളരെ വിദ്യാഭ്യാസമുള്ളവരും വിദ്യാസമ്പന്നരുമൊക്കെയാണ്. പെട്ടെന്ന് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതികൂലങ്ങള് അങ്ങനെ വരുമ്പോ നമുക്ക് നമ്മളെക്കുറിച്ചുള്ള ഒരു ലോസ് ഓഫ് ഐഡന്റിറ്റി, തെറ്റായ തിരിച്ചറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അറിയണം നിങ്ങൾ ആരാണ്. ഹല്ലേലൂയ. അതായത് ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും എന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണെന്നും ഞാൻ തിരിച്ചറിയുന്നിടത്ത് മാത്രമാണ് പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകുക. നമുക്കൊരു എയിം നഷ്ടപ്പെട്ടുകൊണ്ട്, നമുക്ക് മുന്നോട്ട് ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് മുന്നോട്ട് കടന്നു പോകുന്ന ഓരോ യൗവനക്കാരോടും ഞാൻ വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ബൈബിൾ എടുക്കണം. ജെറമിയ പ്രവാചകനോട്, അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം ദൈവം അരുളി ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി ഇടിച്ചു നിരത്തുവാനും പണിതുയർത്തുവാനും നട്ടു വളർത്തുവാനും ഇന്നിതാ ജനതകളുടെ മേൽ നിന്നെ ഞാൻ അവരോധിച്ചിരിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ പദ്ധതി ജെറമിയയുടെ ജീവിതത്തെ മാറ്റിമറിച്ചതുപോലെ,
അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അറിഞ്ഞതാണെന്നും നിന്നെ ഞാൻ ജനതകൾക്ക് പ്രവാചകനായി നിയോഗിച്ചതാണെന്നുമുള്ള ദൈവത്തിന്റെ പദ്ധതി ജെറമ്യായുടെ ജീവിതത്തിൽ അനുഗ്രഹമായതുപോലെ ഇതാ ജെറമ്യ പ്രവചനം 29:11 നമ്മളോട് വിളിച്ചു പറയുകയാണ്. കർത്താവ് അരുളി ചെയ്യുകയാണ്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. ആദ്യം നമ്മൾ തിരിച്ചറിയണം, നമ്മളെക്കുറിച്ചുള്ള, നമ്മൾ ഓരോരുത്തരെയും കുറിച്ചുള്ള പദ്ധതി ദൈവത്തിന്റെ മനസ്സിലുണ്ട്. ഹല്ലേലൂയ. എന്നിട്ട് പറയുകയാണ്, അത് നിങ്ങളുടെ നാശത്തിനുള്ള പദ്ധതിയല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. ഇത് തിരിച്ചറിയണം പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ. പക്ഷേ നമുക്ക് പദ്ധതി എന്താണ് എന്ന് അറിയില്ല. പദ്ധതി അറിയാത്തത് കൊണ്ട് നമ്മളുടെ ജീവിതം തീർന്നു, അല്ലെങ്കിൽ എൻ്റെ കഥ ഇവിടെ തീർന്നു എന്ന് കരുതുന്നവരാണ് നമ്മളിൽ പലരും. അങ്ങനെ ചിന്തിക്കുന്നവർക്കാണ് തെറ്റുപറ്റുന്നത്. കാരണം എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നും ആ പദ്ധതി എൻ്റെ, അതായത് ദൈവത്തിന്റെ മനസ്സിലുണ്ടെന്നും പരിശുദ്ധാത്മാവിലൂടെ നമ്മളോട് സംസാരിക്കുമ്പോൾ അത് തിരിച്ചറിയുവാനും അതെന്തെന്ന് മനസ്സിലാക്കുവാനും നമ്മൾ എന്തു ചെയ്യണം? ദൈവം അടുത്ത ആ വചനത്തിലൂടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു പുതിയ പേജ് നമ്മുടെ മുമ്പിൽ തുറന്നു തരികയാണ്. അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്നിടത്തു നിന്നും ദൈവം നമുക്കായി ഒരു പുതിയ അധ്യായം തന്നെ തുറക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സാധ്യത തുറക്കുകയാണ്. അതെന്താണ്? അടുത്ത വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കണ്ടു പോവുകയാണ്, ദൈവത്തെ നിങ്ങൾ വിളിച്ചപേക്ഷിക്കണം. ഒരു പ്രതികൂലത്തിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നതെങ്കിൽ ആ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്ന് ദൈവത്തിലുള്ള വിശ്വാസം ഹൃദയത്തിലെടുത്ത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുവാനുള്ള കരുത്തെടുക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുന്ന ആ ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുവാൻ നമുക്ക് സാധ്യമായാൽ, നമ്മൾ ആ അന്വേഷിച്ച് ചെല്ലുന്ന നമ്മുടെ ഇടയിൽ ദൈവത്തിന് എന്താ പറയുന്നത്, നമ്മളെ കണ്ടെത്തുവാൻ ഇടയാക്കുമെന്നാണ് വചനം പറയുക. നിങ്ങൾ എന്നെ അന്വേഷിക്കുമ്പോൾ എന്നെ കണ്ടെത്തുവാൻ ഞാൻ ഇടയാക്കും എന്നാണ് ദൈവത്തിന്റെ വചനം പറയുക. കാരണം അങ്ങനെ ഒളിച്ചോടുന്ന ഒരു ദൈവമല്ലല്ലോ നമ്മുടെ ദൈവം. ആ ഉൽപ്പത്തി 1:27 എന്താണ് പറയുന്നത്? ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് നമുക്കറിയാം. അപ്പൊ നമ്മൾ ആരുടെയും കോപ്പിയല്ല, നമ്മൾ ദൈവത്തിന്റെ രൂപം തന്നെയാണ്. എന്ന് വെച്ചാൽ പ്രിയപ്പെട്ട യൗവനക്കാരെ, നിങ്ങൾക്ക് ബദലായി നിങ്ങളല്ലാതെ ഈ ലോക ചരിത്രത്തിൽ മറ്റൊരാളില്ല. നിങ്ങളെ ദൈവം അത്രത്തോളം സ്നേഹിക്കുകയാണ്. നിങ്ങളെന്ന് വെച്ചാൽ ഒരു അത്ഭുതമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതാണ് നിങ്ങളെ. അതുകൊണ്ട് ഇവിടെ എന്താണ് പ്രശ്നം? ഈ ദൈവത്തിന്റെ പ്ലാൻ എന്തെന്നും ദൈവത്തിന്റെ പദ്ധതി എന്തെന്നും ഞാൻ ആരാണെന്നും എന്നെക്കുറിച്ചുള്ള ഒരു പദ്ധതിയും എനിക്കറിയില്ല. അങ്ങനെ വരുമ്പോൾ എൻ്റെ ഹോപ്പ്, എൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. ലോസ് ഓഫ് ഹോപ്പ്, നമ്മുടെ പ്രതീക്ഷയില്ലാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നു വരികയാണ്. ജീവിതത്തിൽ ചില പരാജയങ്ങൾ നേരിടും. അപ്പം ജീവിതത്തിൽ നേരിട്ട പരാജയങ്ങള്, പഠനത്തിലെ സമ്മർദ്ദങ്ങള്, അല്ലെങ്കിൽ സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകള്, കുടുംബത്തിലെ ചില പ്രതിസന്ധികള്, നമ്മൾ ഒന്നും ചെയ്തിട്ട് ശരിയാകാതെ വരുന്ന പ്രതികൂലങ്ങള്, ആകെ മനസ്സിനെ ഇങ്ങനെ അലട്ടുന്നതും തളർത്തുന്നതുമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. പിന്നീട് എന്താ പറയുക, ലൈഫ് ഒരു മെക്കാനിക്കൽ ലൈഫായി മാറുകയാണ്. ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് പറയുന്ന ചില എന്താ പറയുക നെഗറ്റീവായ സാധ്യതകൾ, ഫുൾ നെഗറ്റിവിറ്റി. ബൈബിള് നമ്മുടെ മുമ്പിൽ പറയുകയാണ്, സഭാപ്രസംഗകൻ 12:1 ഒന്നിലും സന്തോഷം തോന്നുന്നില്ല എന്ന് നീ കരുതുന്ന ദുർദിനങ്ങളും എന്താ പറയുക എങ്ങനെയുള്ള പ്രതികൂലങ്ങളും ഒക്കെ കടന്നു വരുന്ന സാഹചര്യങ്ങളിൽ നിന്റെ സൃഷ്ടാവായ ദൈവത്തെ നിന്റെ യൗവന കാലത്ത് തന്നെ നീ സ്മരിക്കണമെന്നാണ് ലോക ചരിത്രത്തിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ സോളമൻ പറഞ്ഞു വെച്ചിരിക്കുക. നിന്റെ യൗവനത്തിൽ നിന്റെ സൃഷ്ടാവിനെ നീ അറിയണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റഡി പ്രകാരമുള്ള ഒരു കണക്കെടുത്താല് ലോകമെമ്പാടുമുള്ള 10നും 19 വയസ്സിനും ഇടയിലുള്ള 7 പേരിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള മാനസികമായ പ്രശ്നങ്ങളുണ്ട്. അതില് വിഷാദരോഗം, ഡിപ്രഷൻ
ഉത്കണ്ഠ, ആങ്സൈറ്റി, പെരുമാറ്റത്തിലെ വ്യതിയാനങ്ങൾ, അതായത് ബിഹേവിയർ ഡിസോർഡർ, ഇങ്ങനെയൊക്കെ കണ്ടുവരുന്നുവെന്നാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പോലും പറയുക. എന്നാൽ 15 തൊട്ട് 21 വയസ്സുവരെയുള്ള യൗവനക്കാരിലാണ് ആത്മഹത്യാ പ്രവണതകൾ കൂടുതലാകുന്നത് എന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നു. അതായത് ഇന്നത്തെ യൗവനങ്ങളുടെ നടുവിൽ മാനസികമായ വിഷാദവും ഉത്കണ്ഠയും ആത്മഹത്യാ പ്രവണതകളും ഒക്കെ വളരെ വ്യാപകമായി ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് ലോകമെടുത്താൽ ലോകത്തിലെ ഒരു 3 രാജ്യങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഒന്ന് ബ്രിട്ടനില് എന്താ പറയുന്നത്, UK-ല് 17 വയസ്സുകാരുടെ ഇടയിൽ നടത്തിയ പഠനത്തിൽ ഒരു 24% പേരാണ് കഴിഞ്ഞ വർഷം ആത്മഹത്യയിലേക്ക് കടന്നുപോയത്. അതിൽ 7.4% ആത്മഹത്യ ചെയ്യുവാൻ ശ്രമിച്ചതായും അവര് കണ്ടെത്തിയിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പം അമേരിക്ക എടുത്താൽ, UK-യിലെ ചരിത്രം ഇങ്ങനെയാണെങ്കിൽ അമേരിക്ക എടുത്താൽ കോവിഡ് കാലത്ത് 11 തൊട്ട് 15 വരെയുള്ള കുട്ടികളുടെ ഇടയിൽ ഉത്കണ്ഠയും ആത്മഹത്യാ പ്രവണതയും കൂടുതലായിരുന്നു എന്ന് മാത്രമാണ് അവർ യൗവനങ്ങളെ കുറിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇന്ത്യ എടുത്താൽ കോളേജ് വിദ്യാർത്ഥികളുടെ ഇടയിൽ ഏകദേശം 18.8% ആത്മഹത്യ ചെയ്തു. 6.7% ആത്മഹത്യാ ശ്രമം നടത്തിയെന്നാണ് പറയുക. അപ്പം യൗവനങ്ങൾ മരണം ഒരു സൊല്യൂഷനായി കരുതുകയാണ്. ഇവിടെ യൗവനങ്ങൾ മരണം ഒരു സൊല്യൂഷനായി എന്തുകൊണ്ടാണ് കരുതുക? ഇന്ത്യ എടുത്താൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഫിലിം ആക്ടർ ഡിപ്രഷൻ മൂലം ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പം പൊതുസമൂഹത്തിൽ കുട്ടികളെ സ്വാധീനിക്കുവാൻ പറ്റുന്ന വ്യക്തികൾ പോലും ആത്മഹത്യ ഒരു സൊല്യൂഷനായി കണ്ടെത്തുമ്പോൾ ഇവരെയൊക്കെ ഒരു ഹീറോയായി അല്ലെങ്കിൽ ഹീറോയിനായി ഒക്കെ കാണുന്ന യൗവനങ്ങളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ നടുവിൽ ഒരു സൊല്യൂഷനായി ആത്മഹത്യ കടന്നു വരികയാണ്. ഇതിൻ്റെ കാരണമെന്ന് പറയുക ഒരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി ഈ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ്. എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം? ആരാണ് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടത്? ഇവിടെ ദൈവത്തിന് ജനമേ, ദൈവത്തിന് വചനം പറയുന്നുണ്ട്. എഫെസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ബൈബിള് പറയുന്നു, സാത്താന് അവസരം കൊടുക്കരുത്. അപ്പം സാത്താന് അവസരം കൊടുക്കരുത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ നമ്മുടെ വീക്ക് പോയിന്റ് എന്തെന്ന് തിരിച്ചറിയുന്ന സൈറ്റൻ ആ വീക്ക് പോയിന്റിന്റെ മേൽ ആഞ്ഞടിക്കുകയും നമ്മളെ നശിപ്പിക്കുവാൻ ശ്രമിക്കുകയും ചെയ്യും. അതുകൊണ്ട് മാതാപിതാക്കൾ എന്ന നിലയിൽ അല്ലെങ്കിൽ മറ്റ് ഉത്തരവാദിത്വപ്പെട്ട ആത്മീയ നേതൃത്വത്തിൽ നിൽക്കുന്നവര് നമ്മുടെ യൗവനങ്ങൾക്ക് ഒരു സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുവാൻ ദൈവത്തിന്റെ വചനം പഠിപ്പിച്ചു കൊടുക്കണം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന് ബൈബിള് പഠിപ്പിച്ചു തരുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ ചില വിഡ്രോവൽ സിംറ്റംസ് ഈ സൈറ്റനിലൂടെ കൊണ്ടുവരുവാൻ സാധ്യതയേറുന്നത്? അവർക്ക് ദൈവത്തിന്റെ വചനം അറിയത്തില്ല, അല്ലെങ്കിൽ അവർക്ക് യേശുക്രിസ്തു ആരെന്ന് അറിയത്തില്ല. ഒന്നാമത് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് യേശു ആരാണ് എന്നാണ്. യേശു ആരാണെന്നും യേശു സത്യദൈവമാണെന്നും യേശുക്രിസ്തു അല്ലാതെ മറ്റൊരു സത്യദൈവം ഈ ലോക ചരിത്രത്തിൽ ഇല്ല എന്ന്, അതായത് ഈ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ ഈ കാണുന്ന മനുഷ്യരുടെ ഇടയിൽ ഏക രക്ഷകനും ഏക സത്യദൈവവുമായ ഏക രക്ഷാനാമം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ്. ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാം മുട്ടും മടങ്ങും, നാമം എല്ലാ നാമം ഏറ്റുപാടും. യേശുക്രിസ്തു മാത്രം ഏക കർത്താവെന്ന് സ്വർഗത്തിൽ
ലോകത്തിലെ ദൈവം എന്താ പറയുക, അത്യുന്നതമായ സിംഹാസനത്തിൽ ഏറ്റവും വലിയ നാമമാക്കി ഉയർത്തിയിരിക്കുന്നത് യേശുക്രിസ്തുവിന്റെ നാമമാണ് എന്ന് സെന്റ് പോൾ പഠിപ്പിച്ചത് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുവാൻ നമുക്ക് പരാജയപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ തമ്മിൽ തല്ലുവാനും തമ്മിൽ വഴക്കടിക്കുവാനും എന്റെ സ്ഥാനം ഉറപ്പിക്കുവാനും വേണ്ടിയാണ് ഞാൻ ആത്മീയതയെ കാണുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തെറ്റുപറ്റുവാൻ കാരണം വേറെ വിശുദ്ധമെങ്കിൽ ശാഖയും വിശുദ്ധമെന്നുള്ളത് ഓർത്തുകൊള്ളുക. ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നടുവില് സേറ്റൻ ഏതെങ്കിലും ഒക്കെ തരത്തില് വിഡ്രോവൽ സിംറ്റംസ് കൊണ്ടുവന്ന് അവരെ ഒരു ആത്മഹത്യ പോലെയുള്ള ഒരു നാശത്തിലേക്ക് തള്ളിവിടുന്നുണ്ടെങ്കിൽ ആ സാത്താന്റെ പദ്ധതിയെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഹല്ലേലൂയ. അതിന് യേശുക്രിസ്തു ആരെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ലോകത്തിന്റെ ഏത് അതിർത്തിയിൽ പോയാലും അവർക്ക് ആ സ്പിരിച്വൽ ഇമ്മ്യൂണിറ്റി നിലനിർത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പല കുഞ്ഞുങ്ങളും ഒരു ലോൺലിനെസ്സിലൂടെയാണ് കടന്നു പോവുക. അതുമല്ലെങ്കിൽ മൊബൈൽ അഡിക്ഷനിലൂടെ, തെറ്റായ പ്രണയബന്ധങ്ങളിലൂടെ, ഈ പ്രണയബന്ധത്തിന്റെ തകർച്ചയിലൂടെ ഇതൊക്കെ ഇവരെ കടുത്ത നിരാശയിലേക്ക് തള്ളിവിടും. പിന്നീട് വെറുപ്പും മരവിപ്പും പഠിക്കുവാൻ പറ്റാത്ത അവസ്ഥകളും, അതുമല്ലെങ്കിൽ ഒരു വയലൻസ് നേച്ചറും, ഫുഡ് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത, ഉറങ്ങാൻ ഇഷ്ടമില്ലാത്ത, അധികം സംസാരിക്കാത്ത, മുറിയിൽ അടച്ചിരിക്കുന്ന, അല്ലെങ്കിൽ എപ്പോഴും തലവേദന, എപ്പോഴും കോൾഡ്, ഇങ്ങനെ രോഗങ്ങളും വേദനകളും നിരാശകളും വിഡ്രോവൽസും ഒക്കെയായി നമ്മുടെ കുഞ്ഞുങ്ങള് നമുക്ക് പിടിതരാതെ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ ഇതിന്റെയൊക്കെ റീസൺ നമുക്കൊന്ന് കണ്ടെത്തണം. ഹല്ലേലൂയ. അവർ പഠനത്തിൽ പരാജയപ്പെടുവാനും തോൽക്കുവാനുമുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രണയ നൈരാശ്യം ഈ കുഞ്ഞുങ്ങളുടെ നടുവിലേക്ക് കടന്നു വരുന്നുണ്ടോ? അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മനസ്സിന് ഷോക്ക് ഉണ്ടാകുന്ന ഏതെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചതിക്കപ്പെട്ടതും മിസ്യൂസ് ചെയ്തതും അബ്യൂസ് ചെയ്തതും ഒക്കെയായ എന്താ പറയുക, ഒരു മാനസികമായ ഒരു വേദന ഈ കുഞ്ഞുങ്ങളുടെ നടുവിലുണ്ടോ? ഇതൊക്കെ ഇവരുടെ മാനസിക നില തകരാറിലാക്കുവാൻ എന്താ പറയുന്നത് കാരണമായിട്ടുണ്ടോ? ഇത് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. ഇവിടെ ശത്രുവിന്റെ വഞ്ചനയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. സാത്താൻ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കും, നിനക്ക് ഭാവിയില്ല, നീ തോറ്റുപോയി, നിനക്കിനി വിലയില്ല, നിന്റെ ജീവിതം എന്താ പറയാ തീർന്നു, ഇനി നീ മരിക്കുന്നതാണ് നല്ലത്, നിന്റെ ജീവിതം അവസാനിപ്പിക്കുന്നതാണ് നല്ലത് എന്ന് ഇവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു തേർഡ് പേഴ്സൺ ആയി നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ, ഇവിടെ നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോട് യേശുക്രിസ്തുവിന്റെ കാൽവരിയിലെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. ഹല്ലേലൂയ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് യേശുക്രിസ്തു പറയുമ്പോ ശത്രുവിന്റെ വാക്ക് അത് കള്ളമാണെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തിരിച്ചറിയുവാൻ തക്ക വിധം ക്രിസ്തുവിന്റെ സ്നേഹം അവർക്ക് എന്താ പറയുക പറഞ്ഞു കൊടുക്കണം. അവരോട് പറയണം, മരണമല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ്. അവന്റെ നാമം നസ്രാനായ യേശുക്രിസ്തു എന്നാണ്. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, സങ്കീർത്തനം 139 അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങളില് ദാവീദ് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, കർത്താവേ അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങള് അവിടുന്ന് അകലെ നിന്ന് തന്നെ മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും എൻ്റെ കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്ക് നന്നായി അറിയാം. ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ കർത്താവെ അങ്ങ് അത് അറിയുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നടക്കുന്നതും വിചാരങ്ങളും ഒക്കെ അറിയുവാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ മകളാണ് നിങ്ങളെന്ന് തിരിച്ചറിയുക. ഈ ദൈവം നിങ്ങളെ അറിയാതെ പോകത്തില്ല. പക്ഷെ നമുക്ക് എന്താ പറ്റിയതെന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയാൽ, എവിടെയാണ് എനിക്ക് തെറ്റുപറ്റിയത്, അല്ലെങ്കിൽ എവിടെയാണ് എൻ്റെ മനസ്സിന് ഒരു പ്രതികൂലം കടന്നു വന്നത് എന്ന് ഞാൻ എന്നെ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, എവിടെയാണ് പ്രശ്നമെന്ന് കണ്ടെത്തിയാൽ ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കി നമുക്ക് യേശുക്രിസ്തുവിലേക്കൊന്ന് മടങ്ങി വരാൻ പറ്റിയാൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, അവിടെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹം തരും. ഹല്ലേലൂയ. യേശു എന്തിനു വേണ്ടിയാ കാൽവരിയിൽ മരിച്ചത്? നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു കാൽവരിയിൽ മരിച്ചു. പക്ഷേ യൗവനങ്ങളെ, നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. അവിടെ യെശയ്യാ പ്രവചനം 53 അധ്യായം 4, 5 വാക്യങ്ങളില് 2-3 കാര്യങ്ങൾ നിങ്ങളൊന്ന് അടിച്ചേ. യേശുക്രിസ്തു
വഹിച്ചത് നമ്മളുടെ വേദനയാണ് എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നതെന്ന് വചനം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയേകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. എന്ന് വെച്ചാൽ കാൽവരിയിലേക്ക് യേശുക്രിസ്തു കടന്നു പോകുമ്പോ മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ വിരൂപനാക്കപ്പെട്ടു. അത്രത്തോളം അടിയും ഇടിയും ഒക്കെ യേശുക്രിസ്തുവിന്റെ ശരീരത്തെ ഏറ്റെടുക്കേണ്ടി വന്നു. ഒരു തുള്ളി രക്തം പോലും അവശേഷിപ്പിക്കാതെ കാൽവരിയിൽ യേശുക്രിസ്തു കുരിശു മരണത്തിലൂടെ കടന്നുപോയി. ഈ സമയമെല്ലാം നമ്മുടെ വേദനകളും നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ ഒറ്റപ്പെടലും നമ്മുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ പ്രതികൂലങ്ങളും യേശുക്രിസ്തു തന്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. ഒറ്റപ്പെട്ടവനായി, മുറിക്കപ്പെട്ടവനായി, തകർക്കപ്പെട്ടവനായി, ആരുമില്ലാത്തവനായി യേശുക്രിസ്തു കാൽവരിയിലേക്ക് കടന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടിട്ടുണ്ട്, നമ്മളെ നിരസിച്ചവരുണ്ട്, തള്ളിക്കളഞ്ഞവരുണ്ട്, കുറ്റം വിധിച്ചവരുണ്ട്, അനാവശ്യമായി നമുക്കെതിരെ വിധി പ്രസ്താവിച്ചവരുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ഇതിനൊക്കെ മുമ്പ് നിരസിക്കപ്പെട്ട, അവഗണിക്കപ്പെട്ട, ഒറ്റപ്പെട്ട അനുഭവം യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോഴൊക്കെ യേശുക്രിസ്തു ഒരക്ഷരം പോലും മറുത്തു പറയാതെ നമ്മുടെ വേദനയും നമ്മുടെ അവഗണനയും നമ്മുടെ ഒറ്റപ്പെടലും യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് നമ്മൾ അനുഭവിച്ച വേദനയിൽ നിന്നും നമ്മൾ പുറത്തു വരുവാൻ വേണ്ടി, നമുക്കൊരു ആത്മീകവും മാനസികവും ശാരീരികവുമായ സൗഖ്യം തരുവാൻ വേണ്ടി യേശുക്രിസ്തു വേദനകൾ ഏറ്റെടുത്തു. യേശുക്രിസ്തു കാൽവരിയില് കുരിശുമരണത്തിലൂടെ കടന്നുപോയി. അതുകൊണ്ട് ഈ സത്യത്തെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് 2 കൊരിന്ത്യൻസ് 2:11 സെന്റ് പോൾ പറയുന്നുണ്ട്, പിശാചിന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ എന്ന്. അതുകൊണ്ട് ഈ സത്യം, യേശുക്രിസ്തു കാൽവരിയിൽ നമുക്ക് വേണ്ടി ഏറ്റെടുത്ത ആ അനുഗ്രഹങ്ങളൊന്നും നമ്മുടെ മുമ്പിൽ കടന്നു വരാതെ നമ്മൾ ചീത്തയാണെന്നും നമ്മൾ തീർന്നുവെന്നും പഠിപ്പിക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. ഇത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ശത്രുവിനെ തിരിച്ചറിഞ്ഞ് ശത്രു നമ്മുടെ ജീവിതത്തിൽ വിതച്ചതെല്ലാം നിരാകരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ സെന്റ് പോൾ ഒരു ആത്മീയ യുദ്ധത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരെയാണ് പടവെട്ടുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കെതിരെയാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത് എന്ന് സെന്റ് പോൾ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തുകൊള്ളുക, നമ്മളെല്ലാം ഒരു ആത്മീയ യുദ്ധത്തിന്റെ നടുവിലാണെന്ന് മനസ്സിലാക്കണം. ആത്മഹത്യാ ചിന്ത സാത്താൻ നമ്മുടെ ഇടയിൽ കൊണ്ടുവരുന്ന അവന്റെ ഒരു ആക്രമണമാണ്, ഒരു സ്പിരിച്വൽ വാർഫെയർ ഇതിന്റെ പിന്നിലുണ്ട്. അവൻ നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു എന്ന് വെച്ചാൽ ആത്മീയമായി നമുക്കെതിരെയുള്ള സാത്താന്റെ ആക്രമണമാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അതുപോലെ ഇന്നലകളിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത്, അത് എത്ര വലിയ പ്രശ്നമായാലും, നിങ്ങൾ മാനസികമായി മുറിക്കപ്പെട്ട പ്രശ്നമായാലും, നിങ്ങൾ ചീത്തയാക്കപ്പെട്ട സാഹചര്യമായാലും, നിങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ച വീഴ്ചയായാലും, എല്ലാ പ്രതികൂലങ്ങളും ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നിങ്ങളൊന്ന് സമർപ്പിക്കുവാൻ തീരുമാനമെടുത്താൽ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ ഒന്ന് പങ്കുവെക്കുവാൻ നിങ്ങൾ തയ്യാറായാൽ, പക്ഷെ ഇന്ന് ഒരു 90% എടുത്താലും മാതാപിതാക്കൾക്ക് എതിരാണ് മക്കള്. എന്ന് വെച്ചാൽ മാതാപിതാക്കളോടൊന്നും കമ്മ്യൂണിക്കേഷൻ ഇല്ല, അവരെ ശത്രുക്കളായി കാണുന്ന തലമുറയാണ് ഇന്ന് കടന്നു വരുന്നത്. കാരണം ഒന്ന് വഴക്കു പറഞ്ഞാലോ, ഒന്ന് വിലക്കുകയോ അല്ലെങ്കിൽ ചിലത് വേണ്ടെന്ന് പറയുകയോ ചെയ്താൽ മാതാപിതാക്കൾ വെറുക്കപ്പെട്ടവരായി മാറുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ വഴക്കു പറയുന്നതോ അല്ലെങ്കിൽ അവർ നിങ്ങളെ തിരുത്തുന്നതോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളിത് മനസ്സിലാക്കണം. സാത്താൻ ഒരു മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ അകറ്റുവാൻ തീരുമാനമെടുക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അകറ്റുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, യൗവനങ്ങളെ, നിങ്ങളുടെ അനുഗ്രഹത്തെ തട്ടിയെടുക്കുവാൻ, മോഷ്ടിക്കുവാൻ സൈറ്റൻ എടുക്കുന്ന മെത്തഡോളജിയാണ് നിങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളുമായി തെറ്റിക്കുന്നത്.
മാതാപിതാക്കളോട് വഴക്കുണ്ടാക്കുന്നത്, അവരെ ചോദ്യം ചെയ്യുന്നത്, അവരെ കയ്യേറ്റം ചെയ്യുന്നത്, അവർക്കെതിരെ സംസാരിക്കുന്നതൊക്കെ അതിന്റെ പിന്നിൽ സൈറ്റൻ എടുക്കുന്ന മെത്തഡോളജിയാണ്. കാരണം നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ മോഷ്ടിച്ചു കൊണ്ടുപോകുവാൻ സാത്താൻ എടുക്കുന്ന അവന്റെ ആദ്യത്തെ ഒരു അടവാണ് മാതാപിതാക്കളെയും മക്കളെയും തമ്മിൽ തെറ്റിക്കുന്ന ഒരു സാഹചര്യം. നിങ്ങൾ എഫേസ്യ ലേഖനം 6-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളിൽ ഒരു ആത്മീയ സമരത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിന് മുമ്പ് സെന്റ് പോൾ തരുന്ന ഒരു വലിയ ഉപദേശമുണ്ട്. അതെന്താണ്? മാതാപിതാക്കന്മാരെ അനുസരിക്കണം. കർത്താവിൽ നിങ്ങളോട് സെന്റ് പോൾ പറയുകയാണ്, കുട്ടികളെ, കർത്താവിൽ നിങ്ങളുടെ മാതാപിതാക്കന്മാരെ അനുസരിക്കുവിൻ, നിങ്ങൾക്ക് നന്മ വരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. വാഗ്ദത്തത്തോടു കൂടിയുള്ള ആദ്യത്തെ കൽപ്പന ഇതത്രേ. ഹല്ലേലൂയ. വാഗ്ദത്തത്തോടു കൂടിയുള്ള ഒരു ആദ്യത്തെ കൽപ്പന ഇതാണ് എന്ന് പറയുമ്പോൾ മാതാപിതാക്കന്മാർക്കെതിരെ നിങ്ങൾ ചിന്തിക്കുന്നത് 1-ാം പ്രമാണ ലംഘനത്തിനോട് തുല്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കരുതി വെക്കുകയാണ്. ജീവനും മരണവും അനുഗ്രഹവും ശാപവും നിന്റെ മുമ്പിൽ ഞാൻ വെക്കുന്നു എന്ന് നിയമാവർത്തനം 30:19 പറയുമ്പോൾ നീ ദീർഘകാലം ജീവിക്കേണ്ടതിന് ജീവൻ തിരഞ്ഞെടുക്കണം എന്ന് പഠിപ്പിച്ച ദൈവത്തിന്റെ വചനവും ഇവിടെ ഓർത്തുകൊള്ളുക. ദീർഘകാലം ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ, ജീവൻ തെരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ 1-ാമത്തെ കൽപ്പന നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നീ സ്നേഹിക്കണമെന്നുള്ളതാണെങ്കിൽ മാതാപിതാക്കന്മാരെ സ്നേഹിക്കണമെന്നുള്ളത് അതിനോട് ചേർത്ത് വെക്കുമ്പോൾ ഓർത്തുകൊള്ളുക. മാതാപിതാക്കന്മാരെ എതിർത്ത് സാത്താൻ നമ്മെ തകർക്കുവാൻ ശ്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് പരിശുദ്ധാത്മാവ് നൽകുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ നന്മയും നിങ്ങളുടെ അനുഗ്രഹവും നശിപ്പിക്കുവാൻ സാത്താൻ എടുക്കുന്ന മാർഗമാണ് മാതാപിതാക്കന്മാർക്കെതിരെ ഏത് കാരണത്താലും നിങ്ങളെ നിർത്തുന്നത്. അതുകൊണ്ട് ഇപ്പോ ഇതൊക്കെ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാകുവാനുള്ള സാധ്യത കുറവായിരിക്കും. കാരണം സാത്താൻ നിങ്ങളുടെ മനസ്സിനെ അത്രത്തോളം വികലമാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കുമെന്നും അതുകൊണ്ട് തന്നിമിത്തം യേശുക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല എന്നും 2 കൊരിന്ത്യൻസ് 4:4 പറയുന്നത് ഇതുകൊണ്ടാണ്. അപ്പം പള്ളിയിൽ പോകുന്നത്, കൂദാശപരമായ ഒരു ജീവിതം നയിക്കുന്നത് ഒക്കെ സാത്താൻ വിലക്കും. വിശുദ്ധ കുർബാന വേണ്ട, കുമ്പസാരം വേണ്ട, ഇതൊന്നും നമുക്ക് പറ്റുന്നതല്ല എന്ന് സാത്താൻ പഠിപ്പിക്കും. ബൈബിള് വായിക്കേണ്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പേഴ്സണൽ പ്രയർ വേണ്ടാന്ന് പഠിപ്പിക്കും. അതിന് പകരം എന്ത് പറയും? പാട്ടും കൂത്തും, അല്ലെങ്കിൽ പബ്ബും മദ്യവും മയക്കുമരുന്നും, അല്ലെങ്കിൽ കൂട്ടുകാരുമാണ് പ്രധാനപ്പെട്ടതെന്ന് പഠിപ്പിച്ച് നമ്മളെ എന്താ പറയുക അങ്ങോട്ട് നയിക്കും. അല്ലെങ്കിൽ മറ്റു പല ഡാൻസും പാട്ടും ഫുട്ബോളും ഗെയിമുകളും ഒക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടെത്തുന്ന നിങ്ങൾ ശരിയായി ഉപയോഗിക്കേണ്ട നിങ്ങളുടെ സമയത്തെ നശിപ്പിച്ചു കളയും. പഠിക്കേണ്ടെന്ന് പറയും, മറ്റു പല സാധ്യതകളിലേക്ക് നിങ്ങളെ തള്ളിവിടും. ഓർക്കുക, ഓരോ നിമിഷവും നമുക്കെതിരെ ഈ ലോകത്തിന്റെ അധീപനായ ശത്രുവായ സാത്താൻ ഒരു പ്രതികൂലം സൃഷ്ടിച്ചുകൊണ്ടിരിക്കും. അത് ക്രിസ്തുവിനെ അറിയുവാനോ ക്രിസ്തുവിന്റെ സുവിശേഷം അറിയുവാനോ അവൻ അനുവദിക്കത്തില്ല. നമ്മുടെ മനസ്സിനെ അവൻ അന്ധമാക്കും. ഒരു മൈൻഡ് ബ്ലൈൻഡിങ് സ്പിരിറ്റ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കും. നമ്മുടെ ഉള്ളിൽ ഒരു സാത്താനികമായ നെഗറ്റിവിറ്റി നിറയ്ക്കും. വിശ്വാസത്തെ ചോദ്യം ചെയ്യും, നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്തും, ദൈവമില്ല എന്ന് പഠിപ്പിക്കും. ഹല്ലേലൂയ. എത്തിസം പോലെയുള്ള കാര്യങ്ങളിലേക്ക് എന്താ പറയുക, ഇന്ന് യൗവനങ്ങളെ നടത്തിവിടും. പള്ളിയിലേക്ക് കടന്നു പോകാൻ അല്ലെങ്കിൽ അനുവാദം തരാതെ അനുവദിക്കാതെ ദൈവമില്ല എന്ന് പഠിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 14:1 ദാവീദ് അല്ലെങ്കിൽ സങ്കീർത്തകൻ എഴുതി വെച്ചു, ദൈവം ഇല്ല എന്ന് പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ ദൈവം ഇല്ല എന്ന് പറയുന്നത് മൂഢനാണ്. മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നുവെന്നാണ് വചനം പറയുക. അതുകൊണ്ട് സഭയോടും വിശ്വാസത്തോടും പൗരോഹിത്യത്തോടും ഒക്കെ വെറുപ്പ് തോന്നിപ്പിക്കുന്ന വിധത്തില് നമ്മുടെ ഉള്ളില് ഒരു എതിർപ്പ്, എന്തിനേയും എതിർക്കുന്ന ഒരു സാധ്യത, എന്തിനോടും ദേഷ്യപ്പെടുന്ന ഒരു സാഹചര്യം കൊണ്ടുതരുമ്പോ അതിന്റെ പിന്നിൽ ഒരു അന്ധകാരത്തിന്റെ ശക്തി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. നിങ്ങളോട് ചോദിക്കും സാത്താൻ, ഈ വിശ്വാസം സത്യമാണോ അല്ലെങ്കിൽ ദൈവം ഉണ്ടോ? ആരാണ് ദൈവത്തെ സൃഷ്ടിച്ചത്? ഇങ്ങനെയുള്ള പല ചോദ്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരും. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കൊണ്ടുവന്ന് തന്നു കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിന് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിൽ, ഒരു ആൻസർ ഇല്ലാത്ത വിധത്തിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസിപ്ലിൻ ഇല്ലാത്ത ജീവിത സാധ്യതകൾ സാത്താൻ കൊണ്ടുവരും. അതുമല്ലെങ്കിൽ സെക്ഷൽ ഇമ്മൊറാലിറ്റീസിലേക്ക് തള്ളിവിടും.
നിങ്ങളുടെ ലൈംഗികതയെ മലിനമാക്കും. പോണോഗ്രാഫിയും അല്ലെങ്കിൽ മാസ്റ്റർബേഷനും അല്ലെങ്കിൽ അഡൾട്ടറിയും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ തക്ക വിധത്തിൽ സൈറ്റൻ നിങ്ങളുടെ ഉള്ളിൽ ജഡീകമായ അഭിലാഷത്തിലേക്ക് തള്ളിവിട്ട് ഒരു തലമുറയെ ജഡീകമായ അഭിലാഷത്തിലേക്ക് വീഴ്ത്തി നശിപ്പിച്ച് ഒരിക്കലും അതിൽ നിന്നും തിരിച്ചു വരാനാവാത്ത വിധത്തിൽ നാശത്തിലേക്ക് തള്ളിവിടും. അങ്ങനെ ആ ഒരു മദ്യത്തിനും മയക്കുമരുന്നിനും സെക്സിലുമൊക്കെ വീണുപോയി തിരിച്ചു കയറി വരാനാകാത്ത വിധത്തിൽ നമ്മുടെ മനസ്സ് അസ്വസ്ഥമായി കഴിയുമ്പോൾ ഒടുവിൽ നമുക്കൊരു ചിന്ത വരും, എന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത്? മടുത്തു എന്ന് പറയുന്ന ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു നിമിഷത്തിൽ സാത്താൻ നിങ്ങളുടെ ഉള്ളിൽ പ്രേരണ തരും, മരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ മരണത്തിലേക്ക് തള്ളിവിടുവാൻ സാത്താൻ ശ്രമിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തുവിനെ മറന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതം നിങ്ങൾ നശിപ്പിക്കരുത്. പ്രലോഭനങ്ങൾ കടന്നു വരും, പ്രതീക്ഷ നഷ്ടമാകുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. പക്ഷെ തോറ്റുപോകരുത്, തോറ്റു കൊടുക്കരുത്. ദൈവത്തിന്റെ വചനത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രലോഭനം കടന്നു വന്നപ്പോ യേശുക്രിസ്തു എടുത്തുപയോഗിച്ചതുപോലെ ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യത്തിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് യേശുക്രിസ്തു സാത്താനോട് പറഞ്ഞതുപോലെ ദിവസവും നമ്മുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ട്, ആരാണ് എനിക്കെതിരെ നിൽക്കുക എന്ന് ഹൃദയത്തിലേക്ക് ഒരു ചോദ്യം ചോദിക്കുവാൻ റോമ 8:31 സെന്റ് പോൾ നമ്മളെ പഠിപ്പിച്ചില്ലേ? ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആരാണ് എതിരെ നിൽക്കുക? അതുകൊണ്ട് ദൈവം ആരെന്നറിയണം, അത് യേശുക്രിസ്തുവാണെന്ന് തിരിച്ചറിയണം. യേശു എനിക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റെന്നും ജീവിക്കുന്ന വീണ്ടും വരുന്നവനായ എൻ്റെ യേശുക്രിസ്തുവിന് വേണ്ടി ഞാൻ ജീവിക്കും എന്നുള്ള ഒരു ബോധ്യം ഹൃദയത്തിൽ എടുത്ത് ദിവസവും വചനം വായിച്ച് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ, പറ്റുമെങ്കിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ പറ്റുന്ന സാഹചര്യങ്ങൾ ഉൾക്കൊള്ളുന്ന ദിവസങ്ങളിലൊക്കെ വിശുദ്ധ ബലി അർപ്പിക്കുവാൻ കടന്നു പോകണം. യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിക്കണം, വചനം വായിക്കണം, പഠിക്കണം, ധ്യാനിക്കണം. അതുമല്ലെങ്കിൽ വചനം പ്രഘോഷിക്കുന്ന നല്ല നല്ല ടോക്കുകൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ കേട്ട് പ്രാർത്ഥിച്ച് അത് മനസ്സിൽ ഏറ്റെടുത്ത് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ നിലനിൽക്കണം. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10:25 സെന്റ് പോൾ പറയുന്നുണ്ട്, നമ്മുടെ സഭാ യോഗങ്ങൾ ഉപേക്ഷിക്കരുത്. എന്ന് വെച്ചാൽ പള്ളിയിൽ പോകണം, പരസ്പരം പള്ളിയിൽ പോകാൻ പ്രോത്സാഹിപ്പിക്കണം. അത് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാകണം, നമുക്ക് പ്രാർത്ഥന ഉണ്ടാവണം, ആത്മീയമായി നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന കൂട്ടുകാര് നമുക്കുണ്ടാവണം. ഇതൊക്കെ ആത്മീയമായി നമുക്ക് വളരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ്. അപ്പം നമുക്കൊരു പ്രതികൂലം വന്നാൽ, നമുക്കൊരു വിഷമം വന്നാൽ സഹായം തേടുവാൻ, മറ്റുള്ളവരോട് സഹായം തേടുവാൻ നമ്മൾ മടി കാണിക്കരുത്. നമ്മൾ ആരോടെങ്കിലും ഒന്ന് തുറന്ന് സംസാരിക്കണം. നമ്മൾ ഒറ്റയ്ക്കല്ല ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, പരസ്പരം താങ്ങായി നമുക്ക് ഒത്തിരി നല്ല ബന്ധങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പൗരോഹിത്യം നമുക്ക് ചെന്നൊന്ന് പറയാൻ പറ്റില്ലേ? അല്ലെങ്കിൽ നമ്മുടെ ആത്മീയമായി നിലനിൽക്കുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ നടുവിലില്ലേ? പ്രാർത്ഥിക്കുന്ന ഒരാളുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയണം. അങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കുവാനും ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുവാനും പറ്റിയാൽ നമ്മൾ ഒറ്റയ്ക്കല്ല ഈ സമൂഹത്തിൽ. നമുക്ക് ചുറ്റും നമ്മളെ സഹായിക്കുവാൻ നിരവധി പേരുണ്ട്. ജീവിതം അവസാനിപ്പിക്കുവാൻ എളുപ്പമാണ്, പക്ഷെ ജീവിക്കുവാന് നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സഹായത്തോട് ചേർന്ന് മുന്നോട്ട് പോകുവാൻ എളുപ്പമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഒരു നിമിഷം കൊണ്ട് നമുക്ക് ജീവിതം അവസാനിപ്പിക്കാം. പക്ഷേ നമ്മുടെ പ്രശ്നമൊന്നും മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു മാനസികമായ തയ്യാറെടുപ്പ് നമുക്കുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, തോറ്റുപോകാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുവദിക്കത്തില്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നിങ്ങൾ വരണം. സോഷ്യൽ മീഡിയ അല്ല, ഫേസ്ബുക്കും വാട്സപ്പും അല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണെന്ന് തിരിച്ചറിയണം. ഹല്ലേലൂയ. നിന്റെ വേദനയല്ല, നിന്റെ പ്രതിസന്ധിയല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് ഇമ്പോർട്ടന്റ് എന്ന് തിരിച്ചറിയണം. യെശയ്യാപ്രവചനം 49:15 വചനം എന്താ പറയുന്നത്? മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? ഒരു ചോദ്യമാണ്. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? എന്നിട്ട് വചനം ഇങ്ങനെ പറയാണ്, ഇനി പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കത്തില്ല.
പ്രിയപ്പെട്ട മോനെ, പ്രിയപ്പെട്ട മോളെ, ദൈവം നിന്റെ വേദന അറിയുന്ന ദൈവമാ. നിന്റെ അമ്മ നിന്നെ മറന്നാലും, നിന്റെ അപ്പൻ നിന്നെ മറന്നാലും, നിന്റെ കൂടപ്പുറപ്പ് നിന്നെ മറന്നാലും, നിന്റെ ഭർത്താവ് നിന്നെ മറന്നാലും, നിന്റെ ഭാര്യ നിന്നെ മറന്നാലും, നിന്റെ മക്കൾ നിന്നെ മറന്നാലും, നിന്നെ മറക്കാത്ത ഒരു സ്നേഹമുണ്ട്. അത് നസ്രായനായ യേശുക്രിസ്തുവിന്റെ സ്നേഹമാ. അവൻ ഒരിക്കലും നിന്നെ ഉപേക്ഷിക്കത്തില്ല. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് നീ നടക്കുന്നതെങ്കിലും കൂടെയുള്ളതും നിന്റെ കരം പിടിക്കുന്നതും ദൈവത്തിന്റെ സ്നേഹമായ യേശുക്രിസ്തുവിന്റെ കരമാണെന്ന് നീ മറക്കരുത്. കാരണം യേശു നിന്റെ കരം പിടിക്കുന്ന ദൈവമാ. ഞാൻ നിന്നെ താങ്ങി നിർത്തും, എന്റെ വിജയകരമായ വലത് കരം കൊണ്ട് നിന്നെ ഞാൻ താങ്ങി നിർത്തും. ഭയപ്പെടേണ്ട, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ മറന്ന് മോനെ മോളെ ഒരിക്കലും ജീവിതം അവസാനിപ്പിക്കരുത്. ഈ ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ നെഞ്ചിലേക്ക് തിരികെ പോകുന്നത് വരെ ഈ ലോകത്ത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ ദൈവത്തിന്റെ ആ വചനം നമ്മുടെ നെഞ്ചും കൂടിനുള്ളിൽ എടുത്തിട്ട് ഈ ലോകത്തോട് വിളിച്ചു പറയണം. നിന്റെ അടുത്തുള്ള കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒരു വേദനയുണ്ടെന്ന് കണ്ടാൽ അവളോട് നീ പറയണം, നീ ബൈബിൾ ഒന്ന് വായിക്ക്, നീ യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ ഒന്ന് ഇരിക്ക്, ദൈവത്തിന്റെ വചനം നിന്നെ അനുഗ്രഹിക്കും. അതുകൊണ്ടാ സങ്കീർത്തനം 62:8 ബൈബിൾ പറയും, ജനമേ എന്നും ദൈവത്തിൽ ശരണം വെക്കുവിൻ, അവിടുത്തെ മുമ്പിൽ നിങ്ങളുടെ ഹൃദയം ഒന്ന് തുറക്കുവിൻ, അവിടുന്നാണ് നമ്മുടെ സങ്കേതം. ഇല്ലേ? നീ എന്റെ സങ്കേതമാ, നീ എന്റെ കോട്ടയാ, നീ എന്റെ ദൈവമാണെന്ന് നമ്മൾ പാടുന്നില്ലേ മക്കളെ? ആ സങ്കേതമാകുന്ന ജീവനുള്ള ദൈവത്തിന്റെ അരികിലേക്ക് നിങ്ങൾ വാ. നിങ്ങളുടെ സങ്കടം ആ ദൈവത്തിന്റെ സന്നിധിയിൽ ഒന്ന് ഇറക്കി വെക്ക്. ആ ദൈവത്തോട് നിങ്ങളൊന്ന് സംസാരിക്കുക. ഈ ലോകത്തിന്റെ മോഹത്തിൽ പെട്ടുപോകരുത്. റോമാലേഖനം 12:2 ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത് എന്ന് സെന്റ് പോൾ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാ. ഈ ലോകം ചീത്തയാ, ഈ ലോകത്തിന്റെ ദേവൻ ചീത്തയാ, ഈ ലോകത്തിന്റെ ദേവൻ നമ്മളെ നശിപ്പിക്കും. അതുകൊണ്ട് നമ്മളുടെ മനസ്സിന്റെ നവീകരണം വഴി നമുക്കൊരു രൂപാന്തരീകരണം ഉണ്ടാകണം. അതുകൊണ്ട് ദൈവത്തിന്റെ ഹിതം അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് തിരിച്ചറിഞ്ഞ് നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്ന് വിവേചിച്ചറിയുവീനെന്ന് റോമാലേഖനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ആരും നമ്മളെ സ്നേഹിക്കുന്നില്ല എന്ന തോന്നലൊന്ന് മാറ്റിവെക്ക്. ഞാൻ ഒരു പരാജിതനാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഞാൻ തീർന്നു എന്നുള്ള ചിന്ത നിങ്ങൾ മാറ്റിവെക്ക്. ജെറമിയ 31:3 എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണെന്നും നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലമാണെന്നും പറഞ്ഞ ഒരു ദൈവം നമ്മുടെ മുമ്പിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ ഒറ്റയ്ക്കാണെന്നുള്ള ചിന്തയെ അങ്ങ് മാറ്റിവെക്ക്. മത്തായിയുടെ സുവിശേഷം 28:20 പറയുന്നില്ലേ, യുഗാന്ത്യം വരെ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ഈ ഉറപ്പ് നമുക്ക് തരുന്നത് യേശുക്രിസ്തുവല്ലേ. അതുകൊണ്ട് ഒരു പ്രത്യാശയുമില്ലാതെ നമ്മൾ ജീവിക്കരുത്. കൊളോസ്യ ലേഖനം 1:27 സെന്റ് പോൾ ഒരു രഹസ്യം വ്യക്തമാക്കുന്നുണ്ട്. മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ ഉണ്ട് എന്നത് തന്നെയാണ് ആ രഹസ്യം. അതുകൊണ്ട് യേശു ക്രിസ്തു മോനെ മോളെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഈ സത്യം ഒന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിച്ചാൽ അത് അനുഗ്രഹമായി മാറും. കാരണം ക്രൂശിൽ നമുക്കായി ജീവൻ തന്ന യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് നമ്മൾ ജീവിക്കണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. ഈ ലോകത്ത് എന്തിനും പരിഹാരം എന്ന് പറയുന്നത് നസ്രായനായ യേശു ക്രിസ്തുവിലുണ്ട്. പരിഹാരം, സൊല്യൂഷൻ ക്രൈസ്റ്റ് ആണെന്ന് തിരിച്ചറിയുക. അതുകൊണ്ട് ജെറമിയ 33:3 എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വവും നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് ഒരു ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിളിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ ശക്തിയോടുകൂടി യേശു ക്രിസ്തുവിനെ എൻ്റെ ദൈവമാണെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് വിളിക്കണം. ഉത്തരം തരുവാൻ കരുത്തുള്ള ഒരു ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ എന്തിന് ഈ ജീവിതം അവസാനിപ്പിക്കണം? ഹല്ലേലൂയ. ജീവിച്ച് കാണിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, നമ്മളെ തോൽപ്പിക്കുവാൻ ഏത് സാധ്യതയും സാഹചര്യവും കടന്നു വരും. പക്ഷേ അവിടെ ക്രിസ്തുവാകുന്ന പാറമേൽ വിശ്വാസത്തിന്റെ ഭവനം പണിത് ആ വിശ്വാസത്തിൽ ആ പാറമേൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സഹായിക്കുവാൻ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനം 42:11 പറയുന്നുണ്ട്, എന്റെ ആത്മാവേ നീ എന്തിനാ വിഷാദിക്കുന്നേ, നീ എന്തിനാ നെടുവീർപ്പെടുന്നേ? നിന്റെ പ്രത്യാശ നീ ദൈവത്തിൽ, യേശുക്രിസ്തുവിൽ നിന്റെ പ്രത്യാശ വെക്കുക. യേശുക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് നമ്മുടെ ജീവിതത്തെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ആശ്രയിക്കണം. എൻ്റെ പ്രിയപ്പെട്ട യൗവനങ്ങളെ, നിങ്ങളുടെ ജീവിതം വളരെ പ്രഷ്യസ് ആണ്. നിങ്ങളുടെ ജീവിതം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൽ നിങ്ങൾ വിശ്വസിക്കുക.
നമുക്ക് ഒരുമിച്ച് കൈകോർത്ത് ഈ ക്രിസ്തുവിന് വേണ്ടി, ജീവനുള്ള ഒരു ദൈവത്തിന് വേണ്ടി ലോകത്തിന്റെ അതിർത്തികൾ വരെ കടന്നു പോകണം. ഇന്നത്തെ യൗവനങ്ങളാണ് ഇനി സുവിശേഷം എത്തിക്കേണ്ടത്. യൗവനങ്ങളെ നശിപ്പിച്ച്, യൗവനങ്ങളെ നാശത്തിലേക്ക് തള്ളിവിട്ട്, കുടുംബങ്ങളെ അടിസ്ഥാനരഹിതമായി പാഴായും ശൂന്യമായുമുള്ള സാധ്യതയിലേക്ക് തള്ളിവിടുന്ന അന്ധകാരത്തിന്റെ ശക്തികളെ തോൽപ്പിക്കുവാൻ ഇന്ന് നമുക്ക് ഒരുമിച്ച് കൈകോർക്കണം. യൗവനങ്ങളെ, നിങ്ങൾ ക്രിസ്തുവിന്റെ പിന്നിൽ അണിനിരക്ക്. അന്ധകാരത്തിന്റെ ശക്തികളെ നിങ്ങൾ തോൽപ്പിക്ക്. യേശു സത്യമാണ്, യേശു ദൈവമാണ്. യേശു പല ദൈവങ്ങളിൽ ഒരു ദൈവമല്ല, പല ദൈവങ്ങളുടെ പേരുകളിൽ ഒരു പേരല്ല. യേശു സത്യമായും ജീവിക്കുന്ന ദൈവമാണ്. ഇന്ന് രാഷ്ട്രീയക്കാരും സമൂഹവും ഒക്കെ ഇന്ന് മറ്റു പലതിന്റെ പിന്നാലെ കടന്നു പോകുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി നിന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി നിൽക്കും. നിങ്ങൾക്കായി ഒരുക്കുന്നത് നിത്യജീവന്റെ അവകാശവുമായിരിക്കും. അതുകൊണ്ട് അവസാനമായി ഒന്നുകൂടെ പറയട്ടെ, ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. യേശു ക്രിസ്തുവാണ് നമ്മുടെ ഏത് വിഷയത്തിനുമുള്ള സൊല്യൂഷൻ എന്ന് പറയുക. അതുകൊണ്ട് യേശു ക്രിസ്തുവിന് മുമ്പിലേക്ക് വരിക. എൻ്റെ ആത്മാവേ നീ വിഷാദിക്കേണ്ട, എൻ്റെ ആത്മാവേ നീ എന്തിനു നെടുവീർപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ ഉത്തരമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവത്തിൽ, യേശു ക്രിസ്തുവിൽ പ്രത്യാശ വെക്കുക. ഒരു ശക്തിക്ക് നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. ജീവനുള്ള ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങളൊന്ന് വചനമെടുത്തേ. 29:11 ജെറമ്യ, എനിക്ക് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതി. ആ പദ്ധതി എന്തെന്ന് ദൈവത്തോടൊന്ന് ചോദിച്ചേ. ദൈവം നിങ്ങൾക്കായി ഉത്തരം തരും. കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് ബൈബിളൊന്ന് എടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകളെ അടച്ച് ഒന്ന് ചോദിച്ചേ. എന്നിട്ട് ബൈബിളൊന്ന് തുറന്നേ. ഒരു ആൻസർ ദൈവം നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന വചനം ഒന്ന് അണ്ടർലൈൻ ചെയ്ത്, നിങ്ങൾ ഈ വചനം കേൾക്കുന്ന ആ ഡേറ്റും ഇട്ട് കർത്താവിന് മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ പറയണം, ഇന്നു മുതൽ മരണം വരെ എൻ്റെ ജീവിതം എൻ്റെ യേശു ക്രിസ്തുവിനെ ഞാൻ സമർപ്പിക്കുന്നു. യേശു എൻ്റെ ദൈവമാ, ഞാൻ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. ഈ വചനം സത്യമാ, ഞാൻ ഈ വചനത്തിൽ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിക്കേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം നിങ്ങളുടെ ഹൃദയത്തിൽ, നിങ്ങളുടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഒരിക്കലും തോറ്റുപോകരുത്. ജീവനുള്ള ദൈവത്തിന് വേണ്ടി സാക്ഷിയായി മരണം വരെ ക്രിസ്തുവിന് വേണ്ടി നിൽക്കാൻ തയ്യാറുണ്ടോ? കർത്താവ് നിങ്ങളെ ഇതാ തൻ്റെ പദ്ധതിക്കായി എടുത്തുപയോഗിക്കാൻ പോകുന്ന സമയമാണ്. വിശ്വാസത്തോടു കൂടി യേശു ക്രിസ്തുവിന് മുമ്പിലേക്ക് ഒന്ന് വന്നേ. കർത്താവിന് ജീവിതം ഒന്ന് വിട്ടുകൊടുത്തേ. എൻ്റെ യൗവനങ്ങളെ നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന നാമത്തിൽ തന്നെ. ആമേൻ.